അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ആദരണീയനായ അധ്യക്ഷൻ, ഇരിട്ടി മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് കാവുമ്പടി അബ്ദുൾ റസാഖ് സാഹിബ്, ഇവിടെ ആമുഖ സംസാരം നിർവഹിച്ച ഷംസുദ്ദീൻ ഉളിക്കൽ, എനിക്ക് മുമ്പ് വളരെ പ്രൗഢമായി വിഷയം ഇവിടെ അവതരിപ്പിച്ച എൻ്റെ സുഹൃത്ത് ശിഹാബ് എടക്കര, ഇതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുവാമെന്നേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, അതുപോലെ തന്നെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ബിനോയ് കുര്യൻ, നസീർ നെല്ലൂർ, അബ്ദുള്ള ഫാസിൽ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഷെരീഫ് ഏലാങ്കോട്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വെൽക്കം അഷ്റഫ് സാഹിബ്, ഇരിട്ടി മണ്ഡലത്തിലെയും കണ്ണൂർ ജില്ലയിലെയും കാരണവന്മാരായ മുഹമ്മദ് പാലപ്പുഴ, അബ്ദുള്ള ഇരിട്ടി, ഇബ്രാഹിം പുന്നാട്, AP കുഞ്ഞഹമ്മദ്, ഹുസ്സൻ കുഞ്ഞി തളിപ്പറമ്പ്, ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം ഇവിടെ സംസാരിക്കാനിരിക്കുന്ന ഹാഷിം കക്കയങ്ങാട്, CP സലീം, ബഹുമാന്യനായ മുഖ്യപ്രഭാഷകൻ ഹുസൈൻ സലഫി, ഈ വേദിയിലുള്ള കണ്ണൂർ ജില്ലയിലെയും ഇരിട്ടി മണ്ഡലത്തിലെയും സംഘടനാ സാരഥികളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ സദസ്സ് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം ഈ സദസ്സ് മാത്രമല്ല, ഏതാനും ആഴ്ചകളായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ കേരളത്തിനും പുറത്തുമൊക്കെ വളരെ സജീവമായി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദം നിങ്ങളെപ്പോലെ നമ്മളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു യാത്രികൻ ദാഹജലത്തിന് എത്രമേൽ ആഗ്രഹിക്കുമോ അതിനേക്കാൾ വലിയ ആഗ്രഹമാകുന്നു ഇന്ന് ആത്മീയമായ സദസ്സുകളിലേക്ക് വന്നു ചേരാൻ ആളുകൾ കാണിക്കുന്നത്. അത്രമേൽ സംഘർഷങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇരിട്ടി മണ്ഡലം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫാമിലി അവേക്കനിങ് കോൺഫറൻസ് എന്തുകൊണ്ടും പ്രൗഢമായിരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഈ പ്രൗഢമായ വേദിയിൽ നിന്നും ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഇതൊരു മണ്ഡലം സമ്മേളനം എന്ന് പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇത് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ കണ്ണൂരിലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കുറച്ച് മുമ്പ് ജില്ലയുടെ ഒരു ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം അത്ര എത്തില്ലെങ്കിലും അതിനോട് കിടപിടിക്കുന്ന ഒരു ജില്ലാതല പ്രോഗ്രാമിൻ്റെ വലുപ്പവും പ്രൗഢിയും ഈ സമ്മേളനത്തിന് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും രാപ്പകലില്ലാതെ ഇത്രയും ദിവസം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത എല്ലാ പ്രവർത്തകരെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരിൽ നിന്നും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരിട്ടി മണ്ഡലം വളർച്ചയുടെ പടവിലാണ്. ഉളിയിലും ഇരിട്ടിയിലും കാവുമ്പടിയിലും കക്കയങ്ങാടും അതുപോലെ തന്നെ ഉളിക്കലിലുമൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി വരുന്നു എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇരിട്ടിയിലും ഒരു വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു അത് എത്രയും പെട്ടെന്ന് തുടക്കം കുറിക്കുവാനും പൂർത്തീകരിക്കുവാനുമുള്ള അനുഗ്രഹം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രമേയം വളരെ പ്രസക്തമാണ്. മതം, കുടുംബം, ധാർമ്മികത എന്നത് കാലിക പ്രസക്തമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഒരു കയ്യിലുള്ള ഉപകരണങ്ങളെല്ലാം സ്മാർട്ടാകുമ്പോൾ മനുഷ്യബന്ധങ്ങൾ മാത്രം ഇത്രയധികം ടോക്സിക്കായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ആത്മീയവും കുടുംബപരവുമായ അകലം ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയും കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയും സ്വഭാവ ഗുണത്തിൻ്റെ മികവുമാണ് നാം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള മാർഗം എന്ന് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രമേയത്തിലെ ആദ്യ ഭാഗമായ മതം, ആ മതം എന്ന് പറയുന്നത് കേവലമായ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളിലേക്കും ചൂഴ്ന്നു നിൽക്കുന്നതായിരിക്കണം മതത്തിൻ്റെ സന്ദേശങ്ങൾ. ജീർണതക്കും തീവ്രതക്കും മധ്യയായിരിക്കണം നമ്മുടെ ഇടം.
ഖുർആനും സുന്നത്തും സച്ചരിതരായ സലഫുകൾ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സവിശേഷത. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ കുടുംബം. ഇസ്ലാമിൽ കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിത്തറ, അതിൻ്റെ യൂണിറ്റ്. കുടുംബം ശിഥിലമായാൽ സമൂഹം തകരുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമായ ധാർമ്മികത. ആ മതമില്ലാത്ത ധാർമ്മികതയും ധാർമ്മികതയില്ലാത്ത മതവും ഒരിക്കലും തന്നെ നിലനിൽക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം. ധാർമ്മികതയാണ് ഇസ്ലാമിൻ്റെ ആത്മാവ്. ഇവിടെ മതം, കുടുംബം, ധാർമ്മികത എന്നത് പരസ്പരം ഒരിക്കലും തന്നെ വേർതിരിക്കാൻ കഴിയാത്ത വിധം ഒത്തുചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മതമാണ് അതിൻ്റെ വെളിച്ചം, കുടുംബമാണ് അതിൻ്റെ കോട്ട, ധാർമ്മികതയാണ് അതിൻ്റെ വാതിൽ. ഈ മൂന്നും ഭദ്രമായാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയത്തിൻ്റെ സോപാനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂവെന്ന് ഈ പ്രൗഢമായ ഉദ്ഘാടന വേദി തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മതം ഒരാചാരമായി ഒരിക്കലും തന്നെ ഒതുങ്ങിപ്പോകരുത്. നമ്മുടെ കുടുംബം കേവലം ഒരു താമസ സ്ഥലമായി മാത്രം ഒതുങ്ങിപ്പോകരുത്. നമ്മുടെ ധാർമ്മികത പ്രസംഗവേദികളിലും എഴുത്തുകളിലും മാത്രം, അങ്ങനെയുള്ള വാക്കുകളിൽ മാത്രം ചുരുങ്ങിപ്പോകരുത്. നാം ഓരോരുത്തരും ഇസ്ലാമിൻ്റെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളായി മാറണം. നമ്മുടെ വീടുകൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും കേന്ദ്രങ്ങളായി പരിവർത്തിപ്പിക്കപ്പെടണം. നമ്മുടെ പെരുമാറ്റം ലോകത്തിൻ്റെ മാതൃകയുള്ളതായി മാറണം. ഇതിൻ്റെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുഖപത്രമായ 40 വാരികയുടെ പ്രചാരണ മാസമാണിത്. ആ പ്രചാരണ മാസത്തിൽ നിങ്ങളെല്ലാവരും അതിൻ്റെ വരിക്കാരാകണം. ഇൻഷാ അല്ലാഹ് ഇതിന് ഒരു ഗോപുരം കോഴിക്കോട് നഗരത്തിൽ ഉയരാൻ പോകുന്നു. വിസ്ഡം ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും അതോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.